Hello, good morning. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസിൻ്റെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസിൽ നമ്മൾക്ക് രണ്ട് റെക്റ്റാങ്കുലർ മെമ്പേഴ്സ് സ്റ്റാറ്റിക് ഫ്ലൂയിൽ ഇമേഴ്സ്ഡ് ആയിരിക്കുമ്പോൾ എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ തന്നെ സർക്കുലർ ഒരു ഡിസ്കാണ് ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ കിടക്കുമ്പോൾ എങ്ങനെയായിരിക്കും, പിന്നെ നമുക്ക് കേർഡ് സർഫസ് എന്നുള്ള പോർഷനും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, a circular plate 3-meter diameter is immersed in water in such a way that its greatest and least depth below free surface are 4 meter and 1.5 meter respectively. Determine total pressure on the face of the plate and position of center of pressure. Okay, and our diameter is 3 meter and area is equal to pi by 4 into d square, that is 3 square, that is equal to 7.0685 meter square. And you can round it to 7.07. That's okay. Okay, and here the distance DCEB അല്ലേ, നമുക്ക് എന്ത് തന്നിട്ടുണ്ട് അല്ലേ, എന്താണ് തന്നിരിക്കുന്നത്? ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് ഡെപ്ത് ബിലോ ഫ്രീ സർഫസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ ഡി സി എത്രയായിരിക്കും? 1.5 മീറ്റർ. ഓക്കെ, ഇ ബി എത്രയാണ്? 4 മീറ്റർ. അത് രണ്ടും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസ് ഓഫ് സി ജി ഫ്രം ദ ഫ്രീ സർഫസ്. അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? എച്ച് ബാർ എന്ന് റെപ്രസെന്റ് ചെയ്യുക അല്ലേ. എച്ച് ബാർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഡി സിയുടെ കൂടെ പിന്നെ എത്രയോട് ആഡ് ചെയ്യണം? ഈ ജി സി സൈൻ തീറ്റ, അതായത് ഈ ഹൈറ്റ് ആഡ് ചെയ്യണം അല്ലേ. സോ ജി സി സൈൻ തീറ്റ. ഡി സി നമുക്കറിയാം 1.5 മീറ്റർ ആണ്. ജി സി ഇവന്റെ ഡയമീറ്ററിന്റെ ഹാഫ്, അതായത് 1.5 തന്നെ. സൈൻ തീറ്റ എത്ര വരും? നമുക്ക് സൈൻ തീറ്റ എന്ന് പറയുന്നത് തന്നിട്ടില്ല. ഓക്കെ, സൈൻ തീറ്റ എന്നുള്ളത് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സോ നമ്മൾ സൈൻ തീറ്റ കണ്ടുപിടിക്കണം. ഓക്കെ, സൈൻ തീറ്റ എങ്ങനെ വരും? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സൈൻ തീറ്റയ്ക്ക് പകരം ഞാൻ എഴുതുകയാണ് എ ബി ബൈ സൈൻ തീറ്റ, സോറി, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ എ ബി ബൈ ബി സി. എ ബി എന്ന് പറയുന്നത് എത്രയാണ്? ഇത് ഡിസ്റ്റൻസ് അല്ലേ. ടോട്ടൽ എ ബി എന്ന് പറയുമ്പോൾ ഇത് ടോട്ടൽ 4 മീറ്റർ ആണ്, ഇത് 1.5 ആണ്. സോ 4 മൈനസ് 1.5, that is 2.5 meters ആണ് എ ബി എന്ന് വരും. ഓക്കെ, ആൻഡ് ബി സി എത്ര വരും? ഈ സർക്കിളിന്റെ ഡയമീറ്റർ, ദാറ്റ് ഈസ് 3 meters. ഓക്കെ, സോ സൈൻ തീറ്റ 2.5 ഡിവൈഡഡ് ബൈ 3 ആണ്. നമുക്ക് സൈൻ തീറ്റയുടെ വാല്യൂ മതി, തീറ്റ സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? സൈൻ തീറ്റ തന്നെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ 0.833 ആണ് സൈൻ തീറ്റയുടെ വാല്യൂ. ഓക്കെ, ആൻഡ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എച്ച് സ്റ്റാർ എത്ര കിട്ടും? 1.5 പ്ലസ് 1.5 into 0.833. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എച്ച് ബാറിന്റെ വാല്യൂ കിട്ടേണ്ടത് 2.749 മീറ്റേഴ്സ് എന്നാണ് കിട്ടേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്? ടോട്ടൽ പ്രഷർ ആണ്. ഓക്കെ, ടോട്ടൽ പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എഫ് വെച്ചിട്ടാണ്. എങ്കിൽ ടോട്ടൽ പ്രഷർ ഫോഴ്സ് നമുക്ക് അതിനെ പറയാം റോ ജി ഏരിയ ഇൻറ്റു എച്ച് ബാർ. റോ എന്ന് പറയുമ്പോൾ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, ജി ഈസ് 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഏരിയ ഈസ് 5/4 ഇൻറ്റു 3 സ്ക്വയർ. നമ്മൾ കണ്ടുപിടിച്ചു 7.0685. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. ഇനി എച്ച് ബാർ, എച്ച് ബാർ എത്രയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്? 2.749. മൾട്ടിപ്ലൈ ചെയ്യാം, ആൻസർ 190.621 കിലോ ന്യൂട്ടൺ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ടോട്ടൽ പ്രഷർ കിട്ടി. ഇനി അടുത്ത എന്താ കണ്ടുപിടിക്കണ്ടേ? സെന്റർ ഓഫ് പ്രഷർ. ഓക്കെ, സെന്റർ ഓഫ് പ്രഷർ എച്ച് സ്റ്റാറിന്റെ ഇക്വേഷൻ എന്താണ്? എച്ച് സ്റ്റാർ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഓക്കെ, സോ ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ബൈ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഐ ജി എങ്ങനെ കണ്ടുപിടിക്കാം? ഐ ജി എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ലെ. സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് ഐ ജി എന്ന് പറയുന്നത്. പൈ ഡി റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 64 ആണ് അതല്ലേ. സോ പൈ ഡി റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 64 സൈൻ സ്ക്വയർ തീറ്റ ആണ്. അപ്പോൾ 0.833 സ്ക്വയർ എന്നിടാം. ഏരിയ
പൈ ബൈ 4 ഇൻറ്റു ഡി സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 സ്ക്വയറിന് കൊടുക്കാം. ഓക്കെ, ഇവിടെ പൈ ഡി റേസ് ടു 4/64 നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. പൈ ബൈ 4 ഇൻറ്റു 3/4 ഇവിടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, ഇൻറ്റു 3/4 പൈ ഡി റേസ് ടു 4/64. ഓക്കെ, സോ 0.833 സ്ക്വയർ IG sin square theta divided by A. H bar is 2.749. ഇത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്തിട്ട് H bar അതായത് 2.749 ആഡ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 2.891 മീറ്റേഴ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, next question. In the above problem, the given circular plate is having a concentric circular hole of diameter 1.5 meter. It is having a hole of 1.5 meter diameter. Okay, then calculate total pressure and position of center of pressure on the face of the plate. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമുക്ക് നേരത്തെ കാര്യങ്ങൾ അറിയാം. ഡയമീറ്റർ 3 മീറ്റർ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏരിയ ഓഫ് സോളിഡ് പ്ലേറ്റ് എന്തായിരിക്കും? ഏരിയ ഓഫ് സോളിഡ് പ്ലേറ്റ് ഞാനിപ്പം എഴുതുകയാണ്. ഏരിയ ഓഫ് സോളിഡ് പ്ലേറ്റ് പൈ ബൈ 4 3 സ്ക്വയർ അല്ലേ? പൈ ബൈ 4 ഇൻറ്റു 3 സ്ക്വയർ. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് പ്രോബ്ലത്തിൽ പഠിച്ചാണ്. 7.0685 മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി ഡയമീറ്റർ ഓഫ് ഹോൾ എത്ര തന്നിരിക്കുന്നത്? 1.5 മീറ്റർ ആണ് ഡയമീറ്റർ ഓഫ് ഹോൾ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് ഹോൾ എത്ര വരും? ഏരിയ ഓഫ് ഹോൾ എത്ര വരും? പൈ ബൈ 4 ഇൻറ്റു 1.5 സ്ക്വയർ എത്ര വരും? 1.7671 മീറ്റർ സ്ക്വയർ. ഓക്കെ, സോ ഏരിയ ഓഫ് ഗിവൺ പ്ലേറ്റ് എന്താണ്? ഏരിയ ഓഫ് ഗിവൺ പ്ലേറ്റ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് സോളിഡ് പ്ലേറ്റിൽ നിന്ന് ഏരിയ ഓഫ് ഹോൾ സബ്ട്രാക്ട് ചെയ്യണം. 7.0685 നിന്ന് 1.7671 മീറ്റർ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യാം. നമുക്ക് കിട്ടേണ്ടത് 5.3014 മീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ഗിവൺ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും ഇവിടെ നമുക്ക് CD 1.5ഉം BE 4 മീറ്ററും തന്നെയാണ്. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് ഓഫ് CG ഫ്രം ഫ്രീ സർഫസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് ഓഫ് CG ഫ്രം ഫ്രീ സർഫസ് എന്ന് പറയുന്നത് എന്താണ്? CD പ്ലസ് GC സൈൻ തീറ്റ. ഓക്കെ, CD 1.5 GC 1.5 സൈൻ തീറ്റ. ഓക്കെ, സൈൻ തീറ്റ നമുക്കിവിടെ കണ്ടുപിടിക്കണം. സൈൻ തീറ്റ നമ്മൾ ലാസ്റ്റ് പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ച സെയിം സ്റ്റെപ്പാണ്. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു AB ഡിവൈഡഡ് ബൈ BC. AB ഈസ് 4 മൈനസ് 1.5 2.5. BC is 3, so 0.833. ഓക്കെ, സൈൻ തീറ്റ കണ്ടുപിടിച്ചു. ഇനി ഇവിടെ H ബാർ എത്ര കിട്ടുക? H bar is equal to 1.5 plus 1.5 into sin theta 0.833. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.75 മീറ്റേഴ്സ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കണം. ടോട്ടൽ പ്രഷർ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? F is equal to rho G H bar into A. റോ വാട്ടർ ആണ്, 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. G 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. H ബാർ എന്ന് പറയുന്നത് 2.75. ഏരിയ ഓഫ് പ്ലേറ്റിനോട് വ്യത്യാസമുണ്ട്. ഓക്കെ, ഏരിയ ഓഫ് പ്ലേറ്റ് 5.3014. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് കിട്ടേണ്ട ആൻസർ 143.018 കിലോ ന്യൂട്ടൺ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ H സ്റ്റാറിൻ്റെ പറ്റിയിട്ടാണ്. അപ്പം പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ H സ്റ്റാറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? IG സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ AH ബാർ പ്ലസ് H ബാർ. ഇതാണല്ലേ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? IG കണ്ടുപിടിക്കണം. IG എന്ന് പറയുമ്പം ഇവിടെ ഒരു ഹോളോ സർക്കുലർ ഡിസ്ക് ആണ് അല്ലേ? അപ്പം π/64 ഇൻറ്റു D
റൈസ് ടു 4 മൈനസ് ഡി ഒ റൈസ് ടു 4 എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, അതായത് പൈ ബൈ 64 ഇൻറ്റു ഔട്ടർ റേഡിയസ് എന്ന് പറയുമ്പോൾ 3 റൈസ് ടു 4 ആണ്. ഇന്നർ റേഡിയസ് എന്ന് പറയുമ്പോൾ 1.5 റൈസ് ടു 4 ആണ്. ഓക്കെ, ആ ഇന്നർ സർക്കുലർ കട്ട് ചെയ്ത പോർഷൻ്റെ ഡയമീറ്റർ നമ്മൾ ഇവിടുന്ന് മൈനസ് ചെയ്യണം. ഔട്ടർ ഡയമീറ്റർ 3 റൈസ് ടു 4, ഇന്നർ ഡയമീറ്റർ 1.5 റൈസ് ടു 4. ഓക്കെ, ഇനി ഇവിടെ ഏരിയ എന്ന് പറയുമ്പം എത്രയാണ്? നമ്മൾ ഓൾറെഡി ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. പൈ ബൈ 4 ഇൻറ്റു 3 സ്ക്വയർ മൈനസ് 1.5 സ്ക്വയർ. സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് കണ്ടുപിടിച്ചാലും മതി, നമ്മൾ ഓൾറെഡി ഇത് കണ്ടുപിടിച്ചാണ്. ഓക്കെ, അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച 5.3014 ആയിരുന്നു അല്ലേ? 5.3014. അപ്പോൾ എല്ലാ വാല്യൂസും ഉണ്ടല്ലോ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമല്ലേ ഉള്ളൂ. IG എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പൈ ബൈ 64 ഇൻറ്റു 3 റൈസ് ടു 4 മൈനസ് 1.5 റൈസ് ടു 4 IG സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പം 0.833 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏരിയ 5.0314. H ബാർ എന്ന് പറയുന്നത് 2.75. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. പ്ലസ് എച്ച് ബാർ എന്ന് പറയുമ്പോൾ 2.75. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 2.927 മീറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ ഓക്കെ ഇനി നമ്മൾ കേർഡ് സർഫസ് സബ്മേർജ് ചെയ്തിരിക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ കേർഡ് സർഫസ് സബ്മേർജ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം AB എന്നുള്ളതാണ് എൻ്റെ കേർഡ് സർഫസ്. ഓക്കെ, AB എന്നുള്ള കേർഡ് സർഫസ് ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ ഇതുപോലെ സബ്മേർജ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി ഇവന്റെ ഏരിയ, ഈ കേർഡ് സർഫസിൽ വരുന്ന ഒരു സ്മോൾ സ്ട്രിപ്പിന്റെ ഏരിയ ആണ് എന്ത്? DA. അപ്പം ഏരിയ ഓഫ് സ്മോൾ സ്ട്രിപ്പ് സബ്മേർജ്ഡ് ഇൻ ലിക്വിഡ്. ഓക്കെ, ഇനി ഏരിയ ഓഫ് സ്മോൾ സ്ട്രിപ്പ് DA ആണ് അല്ലേ? ഇനി ഈ ഏരിയ ഓഫ് സ്മോൾ സ്ട്രിപ്പ് വാട്ടർ സർഫസിൽ നിന്ന് എത്ര ഡെപ്ത് മാറിയിട്ടാണ് നമുക്ക് അസ്യൂം ചെയ്യാം? ആ ഡെപ്തിന് നമ്മൾ H എന്നാണ് കൊടുക്കുന്നത്. H എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്ത് ഫ്രം വാട്ടർ സർഫസ്. ഡെപ്ത് ഫ്രം വാട്ടർ സർഫസ്. ഓക്കെ, H നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു സ്മോൾ ഏരിയയിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഇന്റൻസിറ്റി നോക്കാം. നമുക്ക് ഡെപ്ത് അറിയാമെങ്കിൽ പ്രഷർ ഇന്റൻസിറ്റി P എന്തായിട്ട് എഴുതാം? റോ ജി എച്ച് ആയിട്ട് എഴുതാമല്ലോ. പ്രഷർ ഇന്റൻസിറ്റി റോ ജി എച്ച് ആണെങ്കിൽ പ്രഷർ ഫോഴ്സ് എത്ര ആയിരിക്കും? പ്രഷർ ഫോഴ്സ് ഇപ്പൊ സ്മോൾ സ്ട്രിപ്പ് ആയത് കാരണം ഞാൻ അതിന് DF എന്ന് എടുക്കുവാണ്. DF എന്ന് പറയുന്നത് റോ ജി എച്ച് ഇൻറ്റു അവന്റെ ഏരിയ DA അല്ലേ? ഇനി ഈ DF നോക്കിയേ, നിങ്ങൾക്ക് ഇവിടെ DF കാണാം. DF ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ സ്മോൾ സ്ട്രിപ്പിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇവൻ ആക്ട് ചെയ്യുന്നത് അല്ലേ? അല്ലെങ്കിൽ നോർമൽ ടു ദ സർഫസ് നമുക്ക് പറയാം. ഓക്കെ, സോ നമുക്ക് ടോട്ടൽ പ്രഷർ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലേ? ഇന്റഗ്രൽ DF ആണ് ടോട്ടൽ പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇന്റഗ്രൽ റോ ജി എച്ച് DA. ഓക്കെ അല്ലേ? ഓക്കെ, പക്ഷേ ഇവിടെ എന്താ ഒരു പ്രത്യേകത? ഇന്റഗ്രൽ റോ ജി എച്ച് DA. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ വേറെ സർഫസ് എടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. വേറെ സർഫസ് എടുക്കുമ്പം എന്താ അവന്റെ ആ ഡയറക്ഷൻ നോർമൽ ടു ദ സർഫസ് ആണ്. അത് എന്ത് ചെയ്യും? അവന്റെ ഡയറക്ഷൻസ് ഓരോ പോയിന്റ് അല്ലെങ്കിൽ ഓരോ സ്ട്രിപ്സ് എടുക്കുമ്പോഴും മാറി മാറിയാ വരുന്നത് അല്ലേ? എൻഡിൽ ഒരു സ്ട്രിപ്പ് എടുക്കുന്നത് അതിൽ ഓൾമോസ്റ്റ് ഹൊറിസോണ്ടൽ ആയിരിക്കും. ഇവിടെ ആയിരുന്നെങ്കിൽ സ്ട്രിപ്പിൽ എടുക്കുവാണെങ്കിൽ ആ DFന്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും. അതായത് ആ DFന്റെ ഡയറക്ഷൻ പോയിന്റ് ടു പോയിന്റ് എന്ത് ചെയ്യും? മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ ഫോഴ്സ് ഇൻ ദ സ്മോൾ ഏരിയ എന്ന് പറയുന്നത് നോട്ട് ഇൻ ദ സെയിം ഡയറക്ഷൻ ആണ് അല്ലെ? ഓരോ പോയിന്റ് ടു പോയിന്റിൽ ഇത് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ കേർഡ് സർഫസിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ എന്നുള്ളത് എന്താണ്? ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. ഓക്കെ ആണോ?
പക്ഷേ ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യണം. എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഈ ഫോഴ്സ് ഡി എഫിനെ രണ്ട് കമ്പോണൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്താണ് കമ്പോണൻസ്? ഡി എഫ് എക്സ്, ഡി എഫ് വൈ എന്നീ രണ്ട് കമ്പോണൻസ് ആക്കിയിട്ട് നമുക്ക് ഇവിടെ ഈ ഫോഴ്സ് എഫിനെ ഡി എഫിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണോ? അപ്പം ഡി എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പോണന്റ് ഓഫ് ഡി എഫ് ഇൻ ദ എക്സ് ഡയറക്ഷൻ. ഡി എഫ് വൈ എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പോണന്റ് ഓഫ് എഫ് ഇൻ ദ വൈ ഡയറക്ഷൻ അല്ലെ? കമ്പോണന്റ് ഓഫ് ഡി എഫ് ഇൻ എക്സ് ഡയറക്ഷൻ. ഡി എഫ് വൈ എന്താണ്? component of df in the y direction. Okay, അപ്പോൾ നമുക്ക് dfx ആണ് component of df in the x direction. അപ്പോൾ total force in x and y direction എങ്ങനെ represent ചെയ്യാൻ പറ്റും? Okay, അപ്പോൾ total force in x direction എന്ന് പറയുന്നത് fx ആയിരിക്കും അല്ലേ? fx എന്ന് പറയുന്നത് total force in x direction. Fy എന്ന് പറയുന്നത് എന്തായിരിക്കും? total force in y direction. ഓക്കെ, അപ്പോൾ fx കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്റഗ്രൽ dfx ചെയ്താൽ മതി. fy കിട്ടണം എന്ത് ചെയ്യണം? ഇന്റഗ്രൽ dfy ചെയ്താൽ മതി. ഇനി fx fy കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? f കണ്ടുപിടിക്കാം. f എന്ന് പറഞ്ഞാൽ എന്താ? റിസൾട്ടന്റ് ഓഫ് fx ആൻഡ് fy. ഓക്കെ, അപ്പോൾ റിസൾട്ടന്റ് ഓഫ് fx ആൻഡ് fy സ്ക്വയർ റൂട്ട് ഓഫ് fx സ്ക്വയർ പ്ലസ് fy സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇൻക്ലിനേഷൻ ഓഫ് റിസൾട്ടന്റ് വിത്ത് ഹൊറിസോണ്ടൽ ഫൈ ആണ്. ഓക്കെ, അപ്പോൾ ഇൻക്ലിനേഷൻ എത്ര ആയിരിക്കും? ഇൻക്ലിനേഷൻ of f, resultant force ആണ് f with horizontal എത്ര വരിക? tan phi എന്ന് കൊടുക്കാം. tan phi എന്ന് പറയുന്നത് എന്ത് വരും? fy ഡിവൈഡഡ് ബൈ fx എന്ന് വരും. ഓക്കെ, ഇനി df നെ നമുക്ക് റിസോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ? dfx ന് എങ്ങനെ ആയിരിക്കും വരിക? dfx എന്ന് പറയുന്നത് നമ്മൾ തീറ്റ ഇതായിട്ടാണ് എടുക്കുന്നത്, ഇത് phi ആയിട്ട് എടുക്കുക. അപ്പം dfx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? df sin theta. ഓക്കെ, df sin theta. df നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ്. എന്താണ്? rho g h dA sin theta. ഇനി dfy എന്താണ്? df cos theta. അത് എത്ര വരും? rho g h dA cos theta. ഓക്കെ അല്ലേ? ഇനി fx കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണ്ടേ? fx കണ്ടുപിടിക്കണമെങ്കിൽ ഇന്റഗ്രൽ dfx ചെയ്യണം. അപ്പോൾ ഇന്റഗ്രൽ dfx എന്ന് പറയുന്നത് എത്ര വരും? ഇന്റഗ്രൽ rho g h dA sin theta. ഓക്കെ, അപ്പോൾ ഇവിടെ rho g കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ h into dA sin theta നമുക്ക് അവിടെ ഇടാം. ഓക്കെ, ഇനി dfy ആണെങ്കിലോ, dfy യിൽ നിന്ന് fy ആണെങ്കിലോ, fy എന്ന് പറയുന്നത് ഇന്റഗ്രൽ dfy എന്ന് പറയുന്നത് എന്ത് വരും? ഇന്റഗ്രൽ rho g h dA cos theta. rho g കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. ഇന്റഗ്രൽ h dA cos theta എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ, ഇവിടെ നിങ്ങൾ ഈ EF എന്ന് പറഞ്ഞ് കാണുന്ന എന്താണ്? ഈ പ്രൊജക്റ്റഡ് ഏരിയ അല്ലെങ്കിൽ ഈ സ്മോൾ സ്ട്രിപ്പ് ഓഫ് ഏരിയ DAയുടെ പ്രൊജക്റ്റഡ് ഏരിയ ആണ് EF എന്ന് പറയുന്നത്. ഇതിൽ EG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DA cos theta എന്ന് എഴുതാം. FG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DA sin theta എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് fxന്റെ fyയുടെ എക്സ്പ്രഷൻ ഒന്നുകൂടെ നോക്കാം. fx എന്ന് പറയുന്നത് എന്താ? ഇന്റഗ്രൽ rho g into h dA sin theta. fy എന്താണ്? rho g into ഇന്റഗ്രൽ h dA cos theta. ഓക്കെ, ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ DA sin theta എന്തായിരുന്നു? DA sin theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എഫ് ജി ആണ് അല്ലെ. എഫ് ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ പ്രൊജക്ഷൻ ഓഫ് ഏരിയ ഡി എ. അപ്പൊ നമുക്ക് റോ ജി ഇൻറ്റു ഇന്റഗ്രൽ എച്ച് ഡി എ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? ഇറ്റ് ഈസ് ദ ടോട്ടൽ പ്രഷർ ഓൺ ദ പ്രൊജക്റ്റഡ് ഏരിയ ഓഫ് കർവ്ഡ് സർഫസ് ഓൺ ദ വെർട്ടിക്കൽ പ്ലെയിൻ അല്ലെ. ഇനി അടുത്തത് ഇതിൽ ഈ എഫ് എക്സിനെ അല്ലെ നമുക്ക് എന്ത് പറയാം? ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ദ പ്രൊജക്റ്റഡ് ഏരിയ ഓഫ് കർവ്ഡ് സർഫസ് ഓൺ ദ വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ് എഫ് എക്സിനെ നമുക്ക് പറയുന്നത്? ടോട്ടൽ പ്രഷർ ഫോഴ്സ് on the projected area of curved surface on the vertical plane. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡി എ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ ജി ആണ് അല്ലെ. ഡി എ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇ ജി ആണ്. ഇ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ഓഫ് ഏരിയ ഡി എ. അതുകൊണ്ട് നമുക്ക് ഇന്റഗ്രൽ എച്ച് ഡി എ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇന്റഗ്രൽ എച്ച് ഇൻറ്റു ഡി എ കോസ് തീറ്റ അല്ലെ. അപ്പം എച്ച് ഇൻറ്റു ഡി എ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് ലിക്വിഡ് കണ്ടെയ്ൻഡ് ഇൻ ദ എലമെന്ററി ഏരിയ. ഈ ഡി എ എന്നുള്ള ഏരിയ കണ്ടെയ്ൻ ചെയ്യുന്ന വോളിയം ഓഫ് ലിക്വിഡ് ആണ് എന്ത്? എച്ച് ഇൻറ്റു ഡി എ കോസ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ് ടു ദിസ് ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ്. ഈ ഫ്രീ സർഫസ് വരെ എത്ര വോളിയം ഓഫ് ലിക്വിഡ് ഉണ്ടോ അത്രയും വോളിയം ഓഫ് ലിക്വിഡ് ആണ് ഇന്റഗ്രൽ എച്ച് ഇൻറ്റു ഡി എ കോസ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കത് വേണമെങ്കിൽ ഒന്ന് എഴുതാം. ഇന്റഗ്രൽ എച്ച് ഇൻറ്റു ഡി എ കോസ് തീറ്റ. എച്ച് ഇൻറ്റു ഡി എ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ വോളിയം contained between the curved surface extended up to the curved surface extended up to free surface. Okay, so rho g into integral h dA cos theta എന്ന് പറയുന്നത് എന്തായിരിക്കും? It is the total weight supported by the curved surface. അപ്പം fy എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ അല്ലെങ്കിൽ ടോട്ടൽ വെയിറ്റ് എന്ന് എഴുതണം. നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താണ് fy എന്ന് പറയുന്നത്? weight of liquid supported by the curved surface up to free surface. The curved surface up to free surface. Okay, അപ്പോൾ നമുക്ക് fx ഉം fy ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ. നെക്സ്റ്റ് കേസിൽ നമ്മൾ പറയുന്നത് കർവ്ഡ് സർഫസ് നോട്ട് സപ്പോർട്ടിങ് എനി ഫ്ലൂയിഡ് ആണ്. ഓക്കെ, അപ്പം എ ബി എന്നുള്ളതാണ് എൻ്റെ കർവ്ഡ് സർഫസ്. എ ബി എന്നുള്ള ഇതാണ് എൻ്റെ കർവ്ഡ് സർഫസ്. ഇത് ഫ്ലൂയിഡിനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല, അത് വോയിഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഇതാണ് എൻ്റെ വാട്ടർ സർഫസ്. ഓക്കെ, ഈ പോയിന്റ് ഓന്ന് കൊടുക്കുവാണ്. ഇതാണ് എൻ്റെ വാട്ടർ സർഫസ്, ഇതാണ് നമ്മുടെ ലിക്വിഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ കർവ് എ ബി നോക്കിക്കഴിഞ്ഞാൽ എ ബിക്ക് താഴെയാണ് വാട്ടർ ഉള്ളത് അല്ലേ. എ ബി എന്ത് ചെയ്യുന്നില്ല? ഫ്ലൂയിഡിനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ കേസിൽ എഫ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് വൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഇമാജിനറി ലിക്വിഡ് സപ്പോർട്ടഡ് by AB up to free surface of liquid ആയിരിക്കും. FY എന്താണ്? It is the weight of the imaginary liquid. നമുക്കവിടെ എയറോ അങ്ങനെ എന്തെങ്കിലും ഒരു ലിക്വിഡ് ആയിരിക്കും അല്ലേ, എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് ആയിരിക്കും അല്ലേ.
അല്ലെങ്കിൽ weight of the imaginary liquid. എയർ വല്ലതും ആയിരിക്കും, അതുകൊണ്ട് ഞാൻ അത് അസ്യൂം ചെയ്യാണ്. ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ലിക്വിഡ് അല്ലേ, അല്ലെ വെയിറ്റ് ഓഫ് ഇമാജിനറി ലിക്വിഡ് സപ്പോർട്ടഡ് ബൈ എ ബി up to free surface of liquid. Okay, and പിന്നെ FY യുടെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? FY യുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്യുക അപ്വേർഡ് ആയിരിക്കും. ഓക്കെ, FY യുടെ ഡയറക്ഷൻ എന്തായിരിക്കും? നമ്മൾ നേരത്തെ FY ഡയറക്ഷൻ ഡൗൺവേർഡ് ആയിരുന്നു. FY ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? അപ്വേർഡ് ആണ്. ഓക്കെ, ഇതാണ് മറ്റേ കേസിൽ നിന്ന് ഈ കേസ് വരുമ്പോഴുള്ളൊരു ഡിഫറൻസ്. ഓക്കെ.